ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശിവാനിയെ കൊണ്ട് നിധി നിർമ്മലയോട് മാപ്പ് പറയിപ്പിക്കുകയാണ് കേട്ടോ. പിന്നീട് നിർമ്മല ഈ ബാഗ് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നിധിക്ക് സംശയം വരികയാണ്. അങ്ങനെ നിധി ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടായി പോകാൻ ഒരുങ്ങുന്നത്? അമ്മ പറ എന്ന് പറയുമ്പോൾ, ഞാൻ എങ്ങോട്ടുമില്ല, വെറുതെ ബാഗ് എടുത്ത് കള്ളം പറയരുത്, കള്ളം പറയാതെ എന്ന് പറയുമ്പോൾ, അല്ല മോളെ, ഞാനിവിടെ നിൽക്കുന്തോറും പാറുവിന് അത് ടെൻഷനാവും. പാറുവിന് ഓരോ ടെൻഷൻ ഇങ്ങനെ മനസ്സിന് കയറി വരും. കാരണം നിൻ്റെ വായിൽ നിന്ന് ഓരോ അബദ്ധങ്ങൾ വീഴുകയും പിന്നീട് എൻ്റെ പേരിൽ ഒരു പ്രശ്നം. അതൊന്നല്ല, വേറെ എന്തോ ഭീതിപ്പെടുത്തുന്ന സംഭവമുണ്ട്. അത് പിന്നെ CK എന്ന് പറയുമ്പോഴേക്കും CK ചന്ദ്രബോസിനെ കുറിച്ച് പേടിച്ചിട്ടാണോ? അയാൾ എന്താ അമ്മയുമായുള്ള കണക്ഷൻ? മര്യാദക്ക് പറ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാൻ ഒരുങ്ങില്ല കേട്ടോ. അങ്ങനെ നിധി ആ ബാഗ് എടുത്ത് ഒരൊറ്റ ഇറങ്ങേറിയാണ്. പക്ഷെ അതിൽ നിന്ന് CK ചന്ദ്രബോസിൻ്റെ ഈ പറയുന്ന നിർമ്മലയുടെ ഒരുമിച്ചുള്ള ഫോട്ടോ വീണിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അത് നിധി ശ്രദ്ധിക്കുന്നില്ല, ഈ പറയുന്ന നിർമ്മലയും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നിർമ്മലയോട് ചോദിക്കുകയാണ്, എന്താ അമ്മ എന്താ പറയാൻ ഒരുങ്ങിയത്? അത് പറ, അമ്മയുടെ മുഖത്ത് നല്ല ഭയമുണ്ട്, എന്താ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞേക്കാം. ഈ CK ചന്ദ്രബോസ് എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട സ്വഭാവമുള്ളവനാണ്. കൗശലക്കാരനായ കുറുക്കൻ എന്ന് പറയില്ലേ, അയാൾ അങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. അതുകൊണ്ട് മോളെ നോക്കണേ, നീ ഗൗതമിനോട് പറയണം മതി എന്ന് പറയുമ്പോൾ, നിധി ശരി അമ്മ ഇവിടെ നിന്ന് പോവരുതെന്ന് പറയട്ടെ. ഇല്ല മോളെ, ഞാൻ പോകണം. എനിക്ക് ഇപ്പോൾ ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പാറുവിൻ്റെ കണ്ണിൽ നോക്കിയപ്പോൾ അവളുടെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഞാൻ മനസ്സിലാക്കുന്നു. അവളെ അങ്ങനെ ടെൻഷൻ അടുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാക്കണം. ഞാൻ ഉണ്ടാവും തോറും അവളുടെ മകനെ നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുണ്ടാവും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ മകൻ്റെ കൂടെ കുറച്ച് നാൾ നിൽക്കുക എന്ന ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്കില്ല, ഇനി ഉണ്ടാവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിധിക്ക് ദേഷ്യം പിടിച്ച് ആ ബാഗ് എടുത്തിട്ട് ഷെൽഫിലോട്ട് വെച്ചിട്ട് പറയണേ, എൻ്റെ അമ്മ എവിടെ നിന്നും പോകരുത്. ഗൗതമിന് ഒരമ്മയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ തേടി പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അമ്മ ഗൗതമിൻ്റെ സ്നേഹം അനുഭവിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഗൗതമിനെ അമ്മ സ്നേഹിക്കണം. ഗൗതം ഇന്നല്ലെങ്കിൽ നാളെ അമ്മയാണെന്ന് തിരിച്ചറിയും. ആർക്കും ഒരു കേടും പറ്റാതെ അമ്മയാണെന്നുള്ള സത്യം തിരിച്ചറിയുമ്പോൾ എല്ലാവരും അംഗീകരിച്ച് ഈ പറയുന്ന ഗൗതമിൻ്റെ അമ്മ നിർമ്മലയാണെന്ന് പറയുമ്പോൾ, അന്ന് എൻ്റെ നിർമ്മല അമ്മയുടെ മടിയിൽ എനിക്കും ഗൗതമിനും തലചാഴ്ച കിടക്കണമെന്നൊക്കെ പറഞ്ഞ് നിധി പൊട്ടിക്കരയുന്നത് കാണുമ്പോൾ നിർമ്മലയ്ക്ക് സങ്കടം വരികയായിട്ട്. അങ്ങനെ നിർമ്മല പറയണേ, ഇല്ല, ഞാൻ എന്തായാലും എൻ്റെ മോളെ തനിയാക്കി ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ശരിയാക്കിക്കൊള്ളാം. എൻ്റെ അമ്മ ഒരിക്കലും സങ്കടപ്പെടരുത് എന്നൊക്കെ പറഞ്ഞ് നിധി പിടിച്ചു നിർത്തുന്നു കേട്ടോ. അങ്ങനെ നിധി ഈ വാക്കുകൾ പറഞ്ഞ് നിധി റൂമിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ എന്തോ ഇവർക്കിടയിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിർമ്മല എന്തിനാണ് CK ചന്ദ്രബോസിനെ ഭയക്കുന്നുണ്ട്? അത് ശ്രദ്ധിക്കുക തന്നെ വേണം, അത് നോക്കണമെന്നുള്ള ആ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി പുറത്തോട്ട് പോവുകയും ചെയ്തു. പിന്നീട് ഇങ്ങനെ നിർമ്മല ബെഡിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണാം നിർമ്മലയും ഈ പറയുന്ന CK ചന്ദ്രബോസും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ. അത് കാണുന്നതിനോടുകൂടി ഈശ്വര, നിധിയുടെ കൺമുന്നിൽ ഈ ഒരു ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നിധിയാണ്. നിധി കുളിയൊക്കെ കഴിഞ്ഞ് തൻ്റെ കമ്മലിടുന്ന സമയത്ത് ഗൗതം ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിധിയുടെ പുറത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു കുളി കഴിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഒറ്റിങ്ങനെ കാണട്ടെ. അപ്പോൾ അവിടെ ഗൗതമിന് വല്ലാത്തൊരു പ്രണയം തോന്നുകയാണ്. അങ്ങനെ നിധിയുടെ പുറത്ത് ഉമ്മ വെക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നിധി പെട്ടെന്ന് അങ്ങ് തിരിയാനിട്ടാ, വേണ്ട എന്ന് പറയുമ്പോൾ, എടോ ഇനി ഇങ്ങ് വന്നേ എന്ന് പറയുമ്പോൾ നിധി പറയണേ, ഞാൻ ഇപ്പോൾ കുളിച്ചതേ ഉള്ളൂ, ഇനിയും കുളിക്കാനുള്ള സീൻ ഉണ്ടാക്കില്ലേ എന്ന് പറയുമ്പോൾ, എന്താടോ എൻ്റെ ഭാര്യയല്ലേ എന്ന് പറയുമ്പോഴാണ് കേട്ടോ ആരോ അവിടെ തട്ടുന്നത്. പിന്നീട് ആ കതക് തുറന്ന് വരുന്ന ഒരു സീനാണ് കാണുന്നത്. അത് ശിവാനിയും ഈ പറയുന്ന വസുന്ധരയായിരിക്കും കേട്ടോ. അത് കാണുന്നതിനോട് കൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കാണ്ട്, നിങ്ങളെന്താ ഒരു റൂമിലോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ, പിന്നെ ഞാൻ എന്ത് ചെയ്യണടാ? നീ ചെയ്ത് വെച്ച പ്രവൃത്തി എന്താ? നിൻ്റെ ഈ ഭാര്യ എന്ന് പറയുന്നവളെ നീ പ്രണയിച്ചിങ്ങനെ നടന്നോ? നിൻ്റെ ഭാര്യ കാരണം ഇന്നിപ്പോൾ സ്വന്തം വീട് പോലും ഇല്ലാതായില്ലേ? നീ എത്ര വലിയ ബിസിനസ്മാനാണ്, ഞാൻ എത്ര വലിയ ബിസിനസ്സുകാരിയാണ്, എന്നിട്ട് നാളെ ഇപ്പോൾ മീഡിയക്ക് വിവാദമാവുന്ന ആ പ്രവൃത്തിയല്ലേ നീ ചെയ്തിരിക്കുന്നത്? ഗൗതം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു, വസുന്ധര വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴുള്ള ആ ഒരവസ്ഥ എന്താ നീ ആലോചിച്ചോ? ഈ പിച്ചക്കാരിയായ പെണ്ണിനെ നീ കല്യാണം കഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അത് കേൾക്കുന്ന ഗൗതം, അമ്മ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവൾ പിച്ചക്കാരിയാണെങ്കിൽ ഇവളുടെ അമ്മയുടെ ആങ്ങളുടെ മകളാണ് ഈ നിൽക്കുന്നത്, ഇവളും പിച്ചക്കാരി തന്നെയെന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശിവാനി ദേഷ്യത്തോടു കൂടി എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചോദിച്ചത് സത്യമല്ലേ എന്ന് ഗൗതം അവിടെ പറയട്ടെ. അപ്പോൾ വസുന്ധര പറയണേ, ഞാൻ അതൊന്നും പറയാനെന്നല്ല വന്നത്, ഇവൾ എന്തിനാണ് ഇപ്പോൾ ആ CK ചന്ദ്രബോസിൻ്റെ കാരുണ്യത്തിൽ ഇവിടെ കഴിയുമ്പോൾ ഇവൾ എന്തിനാണ് ആ ജ്യോതിയുടെ സാരി കത്തിച്ചത്? അത് കേൾക്കുന്ന നിധി, ഞാൻ കത്തിച്ചെന്നോ? ഈ നിൽക്കുന്ന ശിവാനിയാണ് കത്തിച്ചത്. അപ്പോൾ അത് കേട്ട ഉടനെ ശിവാനി, അയ്യോ
ഞാനല്ല എന്ന് പറയട്ടെ. അപ്പം നിധി കണ്ണുരുട്ടി കാട്ടുകയാണ്. നീയല്ലേ കത്തിച്ചത് എന്ന് പറയുമ്പോൾ ശിവാനിക്ക് പേടിയാവാണ്. കാരണം കയ്യിലുള്ള ആ വീഡിയോ പുറത്ത് വിടുമോ എന്നൊരു പേടി വരികയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര പറയണേ, എന്തായാലും വരാനുള്ളത് വന്നല്ലോ. നിൻ്റെ ഭാര്യ, കാരണം നിൻ്റെ ഭാര്യയുടെ തലയിൽ കിടക്കുന്ന ആ ബുദ്ധി വെച്ചിട്ട് നീ അയാൾക്ക് പണയം വെച്ചതും പോരാ, ഇനി നീയും നിൻ്റെ ഭാര്യയും അയാൾക്ക് സേവ ചെയ്ത് മര്യാദക്ക് ഇവിടെ ജീവിച്ചോ എന്ന് പറഞ്ഞ ഉടനെ ഗൗതം പറഞ്ഞു, ഒരിക്കലും ഞങ്ങളെ കൊണ്ടത് നടക്കില്ല, ഞങ്ങളത് ചെയ്യത്തൂല, നിങ്ങളുടെ പണി എന്താ വെച്ചാൽ നോക്കുക, അമ്മയാണ് അത്ര അമ്മ എന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങ് പറഞ്ഞു വിടേണ്ടിട്ട്. ഇതേ സമയം ശിവാനി പറയുന്നുണ്ട്, ഇവരാണ് ഇതിനൊക്കെ കാരണം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധര അങ്ങ് പോയോടെന്നെ ശിവാനിയോട് പറയണേ, അതെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കണ്ടാവുന്നുണ്ടെങ്കിൽ, പല്ലടിച്ച് താഴെ വീഴ്ത്തണ്ടാവുന്നുണ്ടെങ്കിൽ മര്യാദക്ക് എൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ, നിന്ന് ചിലക്കാതെ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് നിധിയുടെ മുഖത്ത് നോക്കിയിട്ട്, എടി എന്നെ ഞാൻ വെച്ചിട്ടുണ്ടെടി, ആ ജ്യോതിയുടെ മുന്നിൽ വെച്ച് ഞാനാണ് സാരി കത്തിച്ചത് എന്ന് നീ വരുത്തി തീർത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ശിവാനിയുടെ യഥാർത്ഥ മുഖം അറിയാൻ കിടക്കുന്നില്ല, ഇതിൽ നീ പാഠം പഠിക്കുമെന്ന് പറയുമ്പോൾ നിധി ഒരു പാഠവും പഠിക്കില്ല, നിൻ്റെ മനസ്സിൽ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് നീ പൊയ്ക്കോ എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോടുകൂടി ശിവാനി അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം വല്ലാത്തൊരു മാരണം തന്നെ എന്ന് ഗൗതം പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി ഗൗതം ഓഫീസിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ പാറു ഇങ്ങനെ മൊബൈൽ തോണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നിധിയും ഗൗതം പുറത്തിറങ്ങുമ്പോൾ പാറുവിനെ കണ്ടുവിടെ തന്നെ ഗൗതം പറയാണ്, പാറു ഞാൻ പോട്ടെ എന്ന് പറയണ്ട. അപ്പോഴാണ് നിർമ്മല സൈഡിൽ നിൽക്കുന്നത് കാണുന്നത്. നിർമ്മലയെ കണ്ടുവിടെ തന്നെ, നിർമ്മലാമ്മയെ ഞാൻ പോട്ടെ എന്ന് പറയട്ടോ. അത് പാറുവിനെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ പാറു ഇങ്ങനെ നിർമ്മല ഇങ്ങനെ തുറിച്ച് നോക്കട്ടോ. അതോടുകൂടിയിട്ട് നിർമ്മല ഇങ്ങനെ ഉരുകി നിൽക്കുമ്പോൾ കാണാൻ CK ചന്ദ്രൻ ബോസും ജ്യോതിയും കൂടിയിട്ട് പുറത്തോട്ട് വരുന്നത്. അതെ നീ എന്നാൽ അവിടെ നിന്നെ ഗൗതം. അത് കേട്ട ഗൗതമിന് അത്ര വലിയ വില ഒന്നും കൊടുക്കാൻ തോന്നില്ല. അതെ നിന്നോടൊരു കാര്യം പറയാണ്ട്, കാര്യമല്ല ഇത് ആജ്ഞാപിക്കുകയാണ്, അതങ്ങ് ചെയ്തോളണം. അത് കേൾക്കുന്ന നിങ്ങളുടെ പണി എന്താ വെച്ചാൽ പോയി നോക്കി എന്നിങ്ങനെ ഗൗതം CK ചന്ദ്രൻ ബോസിനോട് പറയുമ്പോൾ, അതെ നീ എന്നെ നിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോകണമെന്ന് പറയട്ടോ, നടക്കാത്ത കാര്യമാണ് ഇതെന്ന് പറയട്ടോ. ഇതേ സമയം ചെയ്തേ പറ്റുകയുള്ളൂ, എൻ്റെ ഡ്രൈവറായി നീ ഇനി പോകണമെന്ന് പറയണം. അത് കേട്ട ഉടൻ തന്നെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോഴേക്കും വസുന്ധരയും ശിവാനി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ വസുന്ധര. അപ്പോൾ തന്നെ CK ചന്ദ്രബോസ് പറയണേ, ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ഇവർക്ക് ഞാൻ 15 ദിവസത്തെ അവധി കൊടുത്തത് എൻ്റെ കാരുണ്യം കൊണ്ട്, അതുകൊണ്ട് എൻ്റെ വേലക്കാരനായി ഇനി ഇവൻ നിൽക്കണമെന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ്, ഗൗതം നീ പറഞ്ഞത് കേട്ടില്ലേ, നിൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ വേലത്തരങ്ങൾ ചെയ്തു കൂട്ടിയത്. ഇനി എന്തായാലും അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നീ ഇവർ പറയുന്നത് കേൾക്ക്, നിങ്ങളെ എന്നോട് പറയണ്ട, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ ഒരിക്കലും ഇവരുടെ വേലക്കാരനോ അടിമയെ പോലെ ജീവിക്കാൻ തയ്യാറല്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന CK ചന്ദ്രബോസ് പറയുന്നത്, എന്നാൽ നീ ഇപ്പോൾ ഇറങ്ങിക്കോ, ഈ വീട്ടിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങണം, ഇവിടെ നിനക്ക് നിൽക്കാൻ ഇനി സമയം തരില്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോണ്. അപ്പോൾ ജ്യോതി ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ഉടൻ തന്നെ CK ചന്ദ്രബോസ് പറയണേ, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, മര്യാദക്ക് ഇറങ്ങുന്നുണ്ട്, ഇറങ്ങാനാണ് പറഞ്ഞത്, ഇത് എൻ്റെ വീടാണ്, എൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ മര്യാദക്ക് ഇറങ്ങിക്കോ എന്ന് വീണ്ടും പറയുമ്പോൾ ഗൗതം പറയണേ, ഞാൻ നിങ്ങളുടെ അടിമയായി ജീവിക്കുക എന്ന് പറയുന്നത് നടക്കില്ല. അപ്പോൾ ജ്യോതി പറയണേ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഭരിക്കാൻ നിൽക്കുന്നു. അത് കേൾക്കുന്ന നീതി പറയണേ, നിങ്ങൾ ഒച്ചയെടുത്ത് സംസാരിക്കേണ്ട, ഇതെൻ്റെ ഭർത്താവാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അടിമയാവുന്നില്ല, അതിന് കിട്ടത്തുമില്ല എന്ന് പറയുമ്പോൾ CK ചന്ദ്രബോസ് പറയണേ, അടിമയാവില്ലെങ്കിൽ വേണ്ട, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ, എല്ലാവരും കുടുക്കയെടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. അപ്പോൾ പാറു പറയണേ, ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ് അത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തരാനുള്ള പണം തീർച്ചയായും തന്നിരിക്കും, അല്ലാതെ ഇങ്ങനെ വെറുതെ പ്രശ്നമുണ്ടാക്കിയല്ല വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പാറു പറഞ്ഞ ഉടനെ CK ചന്ദ്രബോസ് പറയണം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ ഔദാര്യത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതങ്ങ് കേൾക്കണം. എന്നെ ഇവൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഞാനാണ് ബിസിനസ്സിൽ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നുള്ള ആ സത്യം ഇനി ഇവൻ എല്ലാവർക്കും മുന്നിൽ പറയണമെന്ന് പറയട്ടെ. അപ്പോഴത്തേക്ക് കേട്ടിട്ട് ശിവാനിക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. എന്നാൽ ഈ സമയം ഇങ്ങനെ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കണം, മര്യാദക്ക് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് ഗൗതം CK ചന്ദ്രബോസിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിച്ച് അവർ രണ്ടുപേരും ഭയങ്കര വഴക്കാവാണ് കേട്ടോ. അപ്പോൾ നിർമ്മല ഒരു സൈഡിൽ നിന്ന് ഈ സത്യം കാണുന്നുണ്ട്. അപ്പോൾ നിർമ്മല സ്വന്തം അച്ഛൻ തന്നെ സ്വന്തം മകനെ എന്താണ് ഈ കാണിക്കുന്നത് എന്ന ആ രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.